സരോജ് കുമാർ എന്ന് പറയുന്ന അത് എഴുതിയതാരാണ്? ശ്രീനിവാസനും അവരുടെ പക്ഷത്താണ്. പക്ഷേ ശ്രീനിവാസൻ്റെ മകൻ രംഗത്ത് വന്ന് 2-3 പടത്തിൽ വിലസിയപ്പോൾ അവനെ താഴ്ത്താനും ശ്രീനിവാസൻ മകന് വേണ്ടി എഴുതിയെന്ന് വരുത്തി അവർക്കെതിരായിട്ട് തിരികെയാണിപ്പോൾ. ശ്രീനിവാസനെയും മകനെയും കണ്ടോളാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ, ഒരു ബിനാമി പ്രൊഡ്യൂസർ, സൂപ്പർ താരത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. അതൊന്നും ഞാൻ പറയാനാ, ഇത്രയും മോനെയും കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആരോഗ്യകരമായ ഒരു പ്രവണതയാണോ? ആർക്കും ആരെയും വിമർശിക്കാവുന്ന ഈ മേഖല തകർന്നു പോകും. അതുണ്ടാകാതിരിക്കാനാണ് ഞാൻ പബ്ലിക്കായിട്ട് പ്രസംഗിച്ചത്. ഈ അമ്മ പിരിച്ചു വിടണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊരു മാഫിയയാണ്. ശ്രീനിവാസൻ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് വിമർശനത്തിന് തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീനിവാസൻ ഇതിന് മുമ്പേ ചാടിയിട്ടുണ്ട് അവിടുന്ന്. മറ്റേ ഉദയനാണ് താരം മുതലേ അയാൾ ചാടിയിട്ടുണ്ട്. അയാൾ നല്ലൊരു തിരക്കഥാകൃത്ത, നല്ല രസമായിട്ട് ചെയ്തു. അയാളുടെ ഏറ്റവും നല്ല തിരക്കഥയായിട്ട് ഞാൻ കാണുന്നത് സന്ദേശം. സന്ദേശത്തിലാണ് ഞാൻ അയാളെ സമ്മതിച്ചത്. ആ ശ്രീനിവാസന് തിരക്കഥയിലൂടെ പകരം വിട്ടാണ്. ആ പകരം വീട്ടിലാണ് ശ്രീനിവാസൻ നടത്തിയത് എന്നാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീനിവാസൻ അത് ഒതുക്കുന്നെങ്കിലും. മലയാള സിനിമയിൽ നിന്ന് സിനിമയ്ക്കായിട്ടൊരു മന്ത്രിയുണ്ട്, മന്ത്രി ഇവരുടെ പക്ഷമാണ്. ഇവരൊക്കെ ഈ കലയെക്കുറിച്ച് ശരിക്കും പഠിക്കുമ്പോഴേ ഇത് ശരിയാകും. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന്റെ വിഷയം ഉൾപ്പെടെ താങ്കളും നെടുമുടി വേണുവും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ അതില്ലാതായിട്ടുണ്ടോ? ഇല്ല, ഒരു കാരണവശാലും നെടുമുടി വേണു ഞാനുമായിട്ടുള്ള ഇരിപ്പ് മാറത്തില്ല. കാരണം എൻ്റെ മനസ്സൊരു അരിപ്പയാണ്. അതിലിട്ടാൽ നല്ല കഷ്ണങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പാത്രത്തിൽ കിട്ടും, വേണ്ടാത്തതെല്ലാം ഇതിനകത്ത് കിടക്കും. അങ്ങനെ അരിപ്പയ്ക്കകത്ത് കിടക്കുന്ന ആളാണ് നെടുമുടി വേണു. പിന്നെ എങ്ങനെ ലീല എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വേണുവില്ല. വേണുവിനെടുക്കുന്ന കഥാപാത്രമുള്ളൂ. ശ്രീ വേണുവും അതേ മാനസികാവസ്ഥയോടെ ഇതിന് തയ്യാറാകും? എനിക്കറിഞ്ഞൂടാ. വേണുവിൻ്റെ മാനസികാവസ്ഥ എന്തോ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ മാനസികാവസ്ഥയാണ് ആവശ്യം. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ കലാകാരന് ആത്യന്തികമായി ആരോടും വിരോധം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഇല്ലല്ലോ, വിരോധമില്ല എനിക്ക് അയാളോട്. അവജ്ഞയാണ്. അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞതും അല്ല, എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, CD ഉണ്ട്. ഹിസ് ഹൈനസ് അബ്ദുള്ളായി ഞാൻ അഭിനയിക്കേണ്ട വേഷം അയാൾ അഭിനയിച്ചു. അത് പോട്ടെ, എൻക്രോച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് അയാൾ പറഞ്ഞു അത് തിലകൻ വേറെ തമ്പുരാക്കന്മാരുണ്ടായിരുന്നു 3-4 പേര്, അതിലൊന്നായിരിക്കുമെന്ന്. എനിക്ക് അഡ്വാൻസ് തന്നത് അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അയാളോട് വേഷം പറഞ്ഞു, അത് കേട്ടിട്ടാണ് വാങ്ങിച്ചത്. ഇയാളുടെ സ്ഥിരം ഭാവം എന്ന് പറയുന്നത് തന്നെ എല്ലാ വേലകളും ഒപ്പിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിയിരിക്കും. അത് അപകടകാരികളാണ്. ഇപ്പം എൻ്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരും. എനിക്ക് അയാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം രായ്ക്ക് മനസ്സിലാകും, പുള്ളി ചൂടായിട്ടിരിക്കുകയാണ്. അവിടെ അത് മനസ്സിലാകില്ല. ദേഷ്യം വരുമ്പോഴും ചിരിക്കും. ഹലോ, അപകടകാരികളാണ്. ഞാൻ നിങ്ങളെ കുത്തിക്കൊല്ലുന്നുവെങ്കിൽ മുമ്പിൽ കൂടെ വന്ന് കുത്തും.